നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടൂർ കോട്ടമുകളിലെ യുവതിയുടെ മരണം വാക്കുതർക്കത്തിന് പിന്നാലെ എന്ന കസ്റ്റഡിയിലുള്ള സുഹൃത്തിന്റെ മൊഴി പുറത്തുവരികയാണ്. യുവതിയും താനുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് അരുൺ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം താനാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന ആരോപണം യുവാവ് നിഷേധിച്ചിട്ടുമുണ്ട്. ഷഹന ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് യുവാവ് പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം കൊലപാതക സാധ്യത പോലീസ് തള്ളിയതുമില്ല. എന്നാൽ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം പോലീസ് യുവാവിന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കുകയായിരുന്നു. മരണം കൊലപാതകമാണ് എന്ന് ഷഹനയുടെ കുടുംബം ആരോപിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണത്തിൽ ദുരൂഹത നീങ്ങുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം അരുൺ കൊന്നതല്ല, ആത്മഹത്യയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഏഴുകുളം KCB ഓഫീസിലെ താൽക്കാലിക ഡ്രൈവറാണ് അരുൺ. താനുമായി അടിയുണ്ടായതിന് പിന്നാലെ ഷഹന ജീവനൊടുക്കിയെന്നാണ് അരുണിന്റെ മൊഴി. താൻ മുഖത്തടിച്ചെന്നാണ് യുവാവ് നൽകിയിരിക്കുന്ന മൊഴി. ഷഹന മരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തുകൊണ്ട് തടഞ്ഞില്ലെന്ന ചോദ്യത്തിന് അരുൺ മറുപടി നൽകിയില്ല. ഷഹനയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞു. ഇന്നലെ രാത്രി 7 മണിയോടെ ആയിരുന്നു ഷഹനയുടെ മരണം. വീട്ടിൽ നിന്ന് ബഹളം കേട്ട് നാട്ടുകാർ എത്തിയപ്പോൾ ഷഹനയെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ശരീരത്തിൽ നിന്ന് ചോരയൊലിക്കുന്ന നിലയിലായിരുന്നു സുഹൃത്ത് അരുൺ ഉണ്ടായിരുന്നതെന്ന് അരുൺകുമാർ പറയുന്നു. വീട്ടിലെ നിലത്തും കോണിപ്പടിയിലും രക്തമുണ്ടായിരുന്നു. ഇതോടെയാണ് ഷഹനയുടെ മരണം കൊലപാതകമാണോ എന്ന സംശയം ഉയർന്നത്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് ഷഹന. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഇവർ. വിവാഹമോചന കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഷഹനയുടെ വിവാഹത്തിന് മുൻപ് അരുണുമായി അടുപ്പമുണ്ടായിരുന്നു. പിന്നീട് യുവതി മറ്റൊരാളുമായി വിവാഹം കഴിച്ചുപോയി. ഈ വിവാഹത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതോടുകൂടി യുവതി വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. വിവാഹമോചന കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന യുവതി അരുണുമായി വീണ്ടും അടുക്കുകയായിരുന്നു. ഇതിനിടെ അരുണിന്റെ ബന്ധത്തിൽ സംശയം തോന്നിയ യുവതിയുമായി തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് യുവാവിന്റെ മൊഴിയിൽ നിന്നുള്ള സൂചന. മാത്രവുമല്ല, ഇന്നലെ വൈകുന്നേരത്തോടെ വീടിനുള്ളിൽ നിന്ന് ഉയർന്ന വലിയ ബഹളം കേട്ടാണ് അയൽവാസികൾ ഓടിക്കൂടിയത്. ഭയന്നുപോയ നാട്ടുകാർ ഉടൻ തന്നെ അടൂർ നഗരസഭാ കൗൺസിലർ നഷ്മൽ കാവിളയെ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ നഷ്മൽ അടച്ചിട്ട വീടിനുള്ളിൽ ഉണ്ടായിരുന്ന യുവാവിനോട് കതക് തുറക്കാൻ കർശനമായി ആവശ്യപ്പെട്ടു. തുടർന്ന് യുവാവ് അകത്തുനിന്ന് കതക് തുറന്നതോടുകൂടിയാണ് ഉള്ളിൽ കണ്ട കാഴ്ച കണ്ടുനിന്നവർ ഞെട്ടിത്തെറിച്ചത്. ഹാളിലെ സ്റ്റെയർകേസിന്റെ പടിയിൽ ഷോളിൽ തൂങ്ങി നിൽക്കുന്ന യുവതിയെയാണ് കണ്ടത്. തൂങ്ങി മരണമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും മരണത്തിന് മുൻപ് കടുത്ത ശാരീരിക ആക്രമണം നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഷഹനയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച ശേഷം തൂക്കിക്കെട്ടിയതാണോ എന്നതക്കമുള്ള സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഇല്ലാതായത്.